കോഴ്സിലെ 11ാമത്തെ അധ്യായം ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥിതി, അതിനെ എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നു, അതിന് എന്തെല്ലാം ആസൂത്രണങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നും വേണ്ടത്, അതിനുള്ള സാമ്പത്തിക വിദഗ്ധരാണ്, എങ്ങനെയാണ് ഒരു രാജ്യത്തെ സമ്പദ്ഘടനയെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസൂത്രണം എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഒരു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ, ഒരു പ്രവർത്തനം നമ്മൾ തുടങ്ങി വയ്ക്കുമ്പോൾ അതിന് ശരിയായ രീതിയിലുള്ള ആസൂത്രണം ആവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ ഒരു ഉദ്ഘാടനം വയ്ക്കാം. അപ്പോൾ ആ ഉദ്ഘാടനം നമ്മൾ വെക്കുന്ന സമയത്ത് ആ ഉദ്ഘാടനത്തിൻ്റെ സമ്മേളനങ്ങൾ മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ആസൂത്രണം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം, ഉദ്ഘാടന സമയം എത്ര സമയമാണ് നമ്മൾ ആദ്യം പ്രോഗ്രാം ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ആസൂത്രണം ചെയ്യും. തുടർന്ന് ആരൊക്കെ ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയും. അതിലെ പ്രാസംഗികൻ ആരാണെന്ന് പറയും. ഉദ്ഘാടനം ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളുടെയും സാമ്പത്തികമായിട്ടുള്ള ആസൂത്രണമാണ് ശരിയായ രീതിയിൽ നടപ്പാക്കേണ്ടത്. അപ്പോൾ ആ സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് സാമ്പത്തിക ആസൂത്രണം, സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ നാൾവഴികൾ എന്തൊക്കെയായിരുന്നു, അതുപോലെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് സാമ്പത്തിക ആസൂത്രണം എന്നുള്ളതാണ്. സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് നമ്മൾ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. അതായത് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് നമ്മൾ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ നാൾവഴികൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. ഇനി പറയുന്നത് ഇന്ത്യയുടെ ആസൂത്രണത്തിന്റെ ഓരോ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ആസൂത്രണത്തിലേക്ക് നയിച്ച ഓരോ സ്റ്റെപ്പുകൾ, മൈൽ സ്റ്റോൺ ഇൻ എക്കണോമിക് പ്ലാനിംഗ് ആണ്. ആദ്യമായി 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനം നടക്കുന്നു. ആ കറാച്ചി സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാനെന്നായിരുന്നു. അതായത് ബ്രിട്ടീഷിന്റെ എക്സ്പ്ലോയിറ്റേഷനും ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ഡെവലപ്മെന്റും എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നതായിരുന്നു വിഷയം. അതുകൊണ്ട് അക്കാലത്ത് തന്നെയാണ് ദാദാഭായ് നവറോജി തന്റെ ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി ഒക്കെ ഫോർമുലേറ്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ടുപോകുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഡ്രെയിൻ തിയറിയിലൂടെ ദാദാഭായ് നവറോജി പറഞ്ഞു. പിന്നീട് 1938 ഒരു ദേശീയ ആസൂത്രണ സമിതി, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ഇതിന്റെ നേതൃത്വം കൊടുത്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ കമ്മിറ്റിക്ക്, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത്. പിന്നീട് 1944 ഒരു കൂട്ടം ഇൻഡസ്ട്രിയലിസ്റ്റ്, വ്യവസായികൾ ചേർന്നുകൊണ്ട് ബോംബെ പ്ലാൻ തയ്യാറാക്കി. ഈ ബോംബെ പ്ലാൻ തയ്യാറാക്കിയത് ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികസനത്തിന് വേണ്ടിയായിരുന്നു. പിന്നീട് അതേ സമയത്ത് തന്നെ തയ്യാറാക്കിയ മറ്റൊരു പദ്ധതിയാണ് പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി. ഇത് തയ്യാറാക്കിയത് MN റോയ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പിന്നീട് 1948 ഇന്ത്യ ഒരു വ്യാവസായിക നയം, ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി, ഇന്ത്യയുടെ ആദ്യ വ്യാവസായിക നയം രൂപീകരിച്ചു. ഈ വ്യാവസായിക നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ആസൂത്രണത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് വികസനം ഉണ്ടാവുകയുള്ളൂ എന്നതായിരുന്നു. ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ ഡെവലപ്മെന്റ് എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇതിനൊക്കെ തുടർന്നുകൊണ്ട് പിന്നെ 1950 മാർച്ച് 15 ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ, ഒരു പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. ഈ ആസൂത്രണ കമ്മീഷന് ഇന്ത്യയിലെ അന്നത്തെ കേന്ദ്ര മന്ത്രിസഭ, സെൻട്രൽ മിനിസ്ട്രി അംഗീകാരവും നൽകി.
ഇനി ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ കാര്യം, ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മറക്കാനാവാത്ത ഒരു വ്യക്തിയാണ് എം വിശ്വേശ്വരയ്യ. ഇദ്ദേഹം ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്, ബുക്കാണ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ, പ്ലാനഡ് എക്കണോമി ഓഫ് ഇന്ത്യ. ഇദ്ദേഹം ഇന്ത്യയുടെ ആസൂത്രണത്തിന് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ, ഇദ്ദേഹത്തിൻ്റെതായ ഒരുപാട് നിർദ്ദേശോപദേശങ്ങൾ നൽകിയ, ഡയറക്ഷൻസ് ഒക്കെ നൽകിയ വ്യക്തിയാണ് എം വിശ്വേശ്വരയ്യ. ഇനി നമുക്ക് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് കൂടി നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ പ്ലാനിംഗ് ഉണ്ട്, പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലായി കഴിഞ്ഞു. ആസൂത്രണമുണ്ട്, ആസൂത്രണ കമ്മീഷൻ ഉണ്ട് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞു. ഇനി എന്താണ് ഇന്ത്യയിലെ ഈ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ, ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് പറയുന്നത്. ഒന്നാമത് ലക്ഷ്യമാണ് തുല്യത അഥവാ ഇക്വിറ്റി, മറ്റൊന്ന് വളർച്ച അഥവാ ഗ്രോത്ത്, മറ്റൊന്ന് സ്വാശ്രയത്വം സെൽഫ് റിലയൻസ്, മറ്റൊന്ന് ആധുനികവൽക്കരണം അഥവാ മോഡേണൈസേഷൻ. ഇനി ഇത് ഓരോന്നും ഞാൻ പറഞ്ഞു തരാം. ആസൂത്രണത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു വളർച്ച അഥവാ ഗ്രോത്ത് എന്ന് പറയുന്നത്. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവാണ് വളർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രോത്ത് ഇൻഡിക്കേറ്റ്സ് ദ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി. അതായത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും അതുപോലെ സേവനങ്ങളുടെയും, ഹോസ്പിറ്റല്, ബാങ്ക്, അങ്ങനെയുള്ള സേവനങ്ങളുടെയും എല്ലാം ഉൽപ്പാദനത്തിലുള്ള വർധന, അവരുടെ വരുമാനത്തിലുള്ള വർധനവാണ് വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വളർച്ച കണക്കാക്കുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട മേഖലകളായ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ, അതായത് കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ മേഖലയുടെയൊക്കെ ഉൽപ്പാദനം അടിസ്ഥാനമാക്കി, ആ മേഖലയിലൊക്കെയുള്ള പുരോഗതി അടിസ്ഥാനമാക്കിയാണ് വളർച്ച കൂടിയിട്ടുണ്ടോ എന്ന് കണക്കാക്കുന്നത്. അപ്പോൾ കാർഷിക മേഖല ഉൾപ്പെടുന്നു, അതുപോലെ വ്യാവസായിക മേഖല, ഗതാഗതം, ട്രാൻസ്പോർട്ടേഷൻ, വാർത്താവിനിമയം, ടെലികമ്മ്യൂണിക്കേഷൻ, ഹോസ്പിറ്റലുകൾ, അതുപോലെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ഊർജ്ജോൽപാദനം, എനർജി പ്രൊഡക്ഷൻ, അതുപോലെ കയറ്റുമതി, എക്സ്പോർട്ട്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വളർച്ചയുണ്ടായോ എന്ന് കണക്കാക്കുക. ഉദാഹരണമായി കാർഷിക മേഖലയിൽ നല്ലവണ്ണം ഒരുപാട് വിളകൾ കൃഷി ചെയ്ത് ഒരുപാട് ഉൽപ്പാദനം ഉണ്ടായാൽ നമുക്ക് മനസ്സിലാക്കാൻ വളർച്ചയുണ്ടോ. അതുപോലെ ആശുപത്രികളിലൊക്കെ ഒരുപാട് വരുമാനമുണ്ടായി, അതുപോലെ ബാങ്കുകളിൽ ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളായ ബാങ്കുകളിൽ ഒരുപാട് പണം വന്നു ചേർന്നു, അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം വളർച്ചയുണ്ടായിട്ടുണ്ട്. അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ നല്ല വിറ്റുവരവുണ്ടായി, സാധനങ്ങൾ ആളുകൾ വാങ്ങുന്നു, നല്ല കച്ചവടം നടക്കുന്നു, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം വളർച്ചയുണ്ടായി. അതുപോലെ കയറ്റുമതി കൂടിക്കഴിഞ്ഞാൽ, എക്സ്പോർട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിനിമയ രംഗത്ത്, ടെലികമ്മ്യൂണിക്കേഷൻ്റെ രംഗത്ത്, അതുപോലെ തന്നെ ഗതാഗതത്തിൻ്റെ, കമ്മ്യൂണിക്കേഷൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ്റെയൊക്കെ രംഗത്ത് പുരോഗതി ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം രാജ്യത്ത് ഗ്രോത്ത്, വളർച്ചയുണ്ടായിട്ടുണ്ട് എന്ന്. ഇനി ഇന്ത്യയുടെ പ്ലാനിങ്ങിന്റെ മറ്റൊരു ലക്ഷ്യമായിരുന്നു ആധുനികവൽക്കരണം അഥവാ മോഡേണൈസേഷൻ. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തലാണിത്. അതായത് മോഡേണൈസേഷൻ ഈസ് മേക്കിംഗ് യൂസ് ഓഫ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി. പുതിയ ടെക്നിക്കുകളും സാങ്കേതിക വിദ്യയും ടെക്നോളജി ഉപയോഗിക്കലാണ് ആധുനികവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായി പഴയ കാലത്ത് നമ്മൾ വയലിൽ ഉപയോഗിച്ചിരുന്നത് കാളകളെ ഉപയോഗിച്ചാണ് നിലമൊയ്തിരുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് എന്താണ്? ട്രാക്ടർ പോലെയുള്ള യന്ത്രങ്ങളാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ മെത്തേഡ്സ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അതും മോഡേണൈസേഷൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ പല മേഖലകളിലും ഇന്ന് എന്താണ് ഉപയോഗിക്കുന്നത്? മോഡേൺ ടെക്നോളജിയാണ്, യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യൻ ചെയ്തിരുന്ന ജോലികൾക്കെല്ലാം നമ്മൾ ഇന്ന് മരം മുറിക്കാനാണെങ്കിലും അതുപോലെ എല്ലാ കാര്യത്തിനാണെങ്കിലും നമ്മൾ മെഷീനറികൾ, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള മെഷീനുകൾ, അരി പൊടിക്കാനാണെങ്കിലും എല്ലാം നമ്മൾ മെഷീനുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതൊക്കെ എന്തായി? നമ്മുടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. ഉദാഹരണമായി നമുക്ക് യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുന്നു? സമയലാഭമാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ യൂസ് ഓഫ് പിന്നെ അധ്വാനം കുറയുന്നു. നമ്മുടെ മാനുവൽ ലേബർ, നമുക്ക് കുറച്ച് അധ്വാനം എടുത്താൽ മതി. നമ്മൾ യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് അധ്വാനം, ശാരീരിക അധ്വാനം, വളരെ ഫിസിക്കലായി നമ്മൾ കുറച്ച് അധ്വാനിച്ചാൽ മതി. അപ്പോൾ ഈ മോഡേണൈസേഷൻ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം യന്ത്രങ്ങളുടെ, മെഷീനറിയുടെ വരും, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ, ടെക്നോളജിയുടെ പുരോഗതിയും മാത്രമാണ്. ഇത് വന്നതോടുകൂടി പ്രൊഡക്ടിവിറ്റി കൂടി, അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ, സിമ്പിളായിക്കൊണ്ട് തൊഴിലുകൾ ചെയ്യാൻ സാധിച്ചു. മെഷീനുകൾ വന്നതോടുകൂടി മരം മുറിക്കാൻ സുഖമായി, നിലമുഴാൻ സുഖമായി, അതുപോലെ നമുക്ക് അലക്കണമെങ്കിൽ വാഷിംഗ് മെഷീന്, ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള യന്ത്രങ്ങൾ, പിന്നെ മിക്സി, അങ്ങനെയുള്ള യന്ത്രങ്ങൾ, അതുപോലെ നെല്ല്
കൊയ്യണമെങ്കിൽ കൊയ്ത്തു യന്ത്രം, അങ്ങനെയുള്ള ഒരുപാട് മെഷീനറികൾ വന്നതോടുകൂടി നമ്മുടെ പിന്നെ സമയ ലാഭം നമുക്ക് കിട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ ചരക്ക് നീക്കാൻ നമുക്ക് നമ്മൾ നിർമ്മിക്കുന്ന ഗുഡ്സൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള ട്രാവലിംഗ് സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു. അതൊക്കെ നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടാകാൻ കാരണമായി. അതുപോലെ ഒരുപാട് വാർത്താവിനിമയ സൗകര്യങ്ങൾ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. മൊബൈൽ ഫോൺ വന്നു, അങ്ങനെ ഒരുപാട്, അതുപോലെ ഒരു മൊബൈൽ ഫോണിൻ്റെ ഭാഗം ഇൻ്റർനെറ്റ് വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നതോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീരുമാനം വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ സന്ദേശങ്ങൾ കൈമാറാനും ഇത് മുഖേന പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനും സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ജനങ്ങൾക്ക് അറിയിപ്പുകൾ കൊടുക്കാനും ഒക്കെ സാധിച്ചു. ഇതൊക്കെ മോഡേണൈസേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആധുനിക സാങ്കേതിക വിദ്യ, മോഡേൺ ടെക്നോളജി, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ ആസൂത്രണത്തിലൊക്കെ ഏറ്റവും പുതിയ ടെക്നോളജിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. കൃഷിയിലാണെങ്കിലും വ്യവസായത്തിലാണെങ്കിലും സേവന മേഖലയിലാണെങ്കിലും എല്ലാം യന്ത്രങ്ങളും ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആധുനികവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ടെക്നോളജിയും അതുപോലെ പിന്നെ മെഷീനറിയും ഉപയോഗം മാത്രമാണോ? തീർച്ചയായും അത് മാത്രമല്ല. ആധുനികവൽക്കരണം കൊണ്ട് സമൂഹത്തിലുള്ള പുതിയ മാറ്റങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഉദാഹരണമായി സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്, സമൂഹത്തിൻ്റെ പെർസെപ്ഷനിലുള്ള മാറ്റം, ചിന്തയിലുള്ള മാറ്റം. ഉദാഹരണമായി ഒരുപാട് പഴയ കാലത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്ത സ്ത്രീകൾക്ക് അവകാശങ്ങളൊന്നുമില്ല, സ്ത്രീകൾ പഠിക്കേണ്ടവരല്ല, സ്ത്രീകൾക്ക് അങ്ങനെ പണമൊന്നും ആവശ്യമില്ല, സ്ത്രീകൾ കുറച്ച് താഴ്ന്നവരാണ്, പുരുഷന്മാരെക്കാൾ താഴ്ന്നവരാണ് എന്നൊക്കെയുള്ള തെറ്റായ ചിന്തയാണ് പണ്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നെന്തായി? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈക്വൽ റൈറ്റ്സ് ആണ്. വിമൻസിൻ്റെ ഒക്കെ നല്ല റൈറ്റ്സ് ഉണ്ട്. അവർക്ക് നല്ല സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹികമായ സുരക്ഷിതത്വം അവർക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ പുതിയ മേഖലകളിലേക്ക് എല്ലാ തൊഴിലും സ്ത്രീകൾക്കും ചെയ്യാമെന്നുള്ള രീതിയിലുള്ള മനുഷ്യൻ്റെ ചിന്തയിലൊക്കെ പുതിയ നൂതനമായ മാറ്റങ്ങൾ, പുതിയ ചിന്തകളൊക്കെ, ന്യൂ തിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന പുതിയ ചിന്തകളും എന്തിൻ്റെ ഭാഗമാണ്? ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ്റെ ഭാഗമാണ്. അതായത് പഴയത് ഒഴിവാക്കിക്കൊണ്ട് പുതിയ കാര്യങ്ങൾ സ്വീകരിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി. ഇനി ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്ലാനിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യമായിരുന്നു സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ്. അതായത് നമ്മളെ മാത്രം ആശ്രയിക്കൽ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആളുകൾക്ക് ഭക്ഷണത്തിനും ഇന്ത്യയിലെ ആളുകൾക്കുള്ള എല്ലാ കാര്യത്തിനും ഇന്ത്യയെ തന്നെ ആശ്രയിക്കൽ ഇന്ത്യയുടെ ഒരു ലക്ഷ്യമാണ്. അത് നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ എന്തുണ്ടാക്കാറുണ്ട്? കിച്ചൺ ഗാർഡൻ, അടുക്കള തോട്ടമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? നമുക്ക് ഭക്ഷണത്തിന് വേണ്ട പച്ചക്കറികൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക. അതായത് നമ്മളെ തന്നെ ആശ്രയിക്കുക, കടയെ ആശ്രയിക്കാതെ നമ്മളെ തന്നെ ആശ്രയിക്കുക. അതുപോലെ തന്നെയാണ് ഇന്ത്യയും വിചാരിക്കുന്നത്. ഇന്ത്യ എന്ത് ചെയ്യണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്? ഇന്ത്യ സാമ്പത്തിക മേഖലയിൽ ഇന്ത്യ എന്ത് ആഗ്രഹിക്കുന്നു? പുറത്തുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നേടിയെടുക്കണമെന്നാണ് സ്വാശ്രയത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാശ്രയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടി വിദേശ ആശ്രയത്വം ഇല്ലാതാക്കലാണ്. അതായത് നമുക്ക് ലഭ്യമായ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമായ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയുടെ മാനവശേഷി, ഇന്ത്യയിലെ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട്, ഇന്ത്യയിലുള്ള മാനവശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള തൊഴിലറിയാവുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കുക? കാർഷിക മേഖലയിൽ, കൃഷിയിൽ, അഗ്രികൾച്ചറിൽ, അതുപോലെ തന്നെ വ്യവസായം, ഇൻഡസ്ട്രിയിൽ, അതുപോലെ സർവീസ് സെക്ടറിൽ, സേവന മേഖലകളിൽ എല്ലാം സ്വയം പര്യാപ്തത നേടുക, സെൽഫ് സഫിഷ്യൻ്റായി മാറുക, മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതിരിക്കുക, വിദേശ ആശ്രയത്വം, ഫോറിൻ ഡിപ്പെൻഡൻസ് ഒഴിവാക്കുക. അപ്പോൾ എല്ലാ മേഖലകളിലും ഇന്ത്യക്കാർ തന്നെ അധ്വാനിച്ചുകൊണ്ട് ഇന്ത്യയിലെ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടത് ഇന്ത്യ തന്നെ ഉണ്ടാക്കുക എന്നതാണ് ഈ സെൽഫ് റിലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സെൽഫ് റിലയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച, എക്കണോമിക് ഗ്രോത്ത് വളരെയധികം വർദ്ധിക്കും. ഇനി ഇന്ത്യയുടെ ആസൂത്രണത്തിൻ്റെ പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു തുല്യത അഥവാ ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും, ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ബേസിക് നെസസിറ്റീസായ ആഹാരം, ഫുഡ്, അതുപോലെ വസ്ത്രം, ക്ലോത്തിങ്, അതുപോലെ തന്നെ പാർപ്പിടം, ഷെൽട്ടർ, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, കുടിവെള്ളം അഥവാ ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ ആരോഗ്യം, ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ നിറവേറ്റി കൊടുക്കുകയും പണം, സമ്പത്ത്
ഇന്ത്യയിലുള്ള സമ്പത്ത് എല്ലാവർക്കും ആവശ്യമായ രീതിയിൽ നീതിപൂർവമായി വിതരണം ചെയ്യുക എന്നതാണ് ഈ തുല്യതയുടെ ലക്ഷ്യം. ഈ തുല്യത, ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇത് ബേസിക് നീഡ്സ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. എല്ലാവർക്കും വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും ആരോഗ്യം, അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കാനാണ് തുല്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ തുല്യത ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് അനിവാര്യമാണ്. അതായത് നമ്മുടെ വിദ്യാഭ്യാസം നേടാൻ, ഒരു രാജ്യത്ത് വിദ്യാഭ്യാസം ഉള്ള ജനങ്ങൾക്ക് എല്ലാം എന്ത് വേണം? വിദ്യാഭ്യാസം വേണം, വീട് വേണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആസൂത്രണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തുല്യത ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഈ ആസൂത്രണത്തിൻ്റെ മറ്റു ലക്ഷ്യങ്ങളായ, മറ്റു എയിംസായ ഗ്രൗത്തും മോഡേണൈസേഷനും സെൽഫ് റിലയൻസും ഒക്കെ പൂർണ്ണമായും ജനങ്ങൾക്ക് ഉപയോഗപ്പെടണമെങ്കിൽ ഈ ഇക്വാലിറ്റി, തുല്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. അതായത് ജനങ്ങൾക്ക്, എല്ലാ ആളുകൾക്കും അവർക്ക് ആവശ്യമായ രീതിയിൽ കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ് സാമ്പത്തിക ആസൂത്രണം, സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ നാൾവഴികൾ എപ്രകാരമായിരുന്നു, സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.